Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ എക്സാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ദെൻ നമ്മുടെ ചാനലിലൂടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുമുള്ള ചോദ്യങ്ങൾ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്തതാണ്. സോ എക്സാം ഇന്ന് കഴിഞ്ഞു. സോ ഈ ഒരു എക്സാമിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ഹാപ്പിയാണ്, നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഈസി പേപ്പർ എന്ന് തന്നെ നമുക്ക് പറയാം. കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ മുമ്പുള്ള രണ്ട് പേപ്പറിനെ കമ്പയർ ചെയ്യണ സമയത്ത് പ്രോബ്ലംസ് കുറച്ചും കൂടി കൂടുതൽ വന്നിട്ടുണ്ട്. ബട്ട് ആ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് തന്നെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആർക്കും വിഷമങ്ങളൊന്നുമില്ല. ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും എസ്പെഷ്യലി ലിവറേജ്, ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചില ചോദ്യങ്ങൾ, ഇപ്പോൾ എസ്പെഷ്യലി ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസ്, ആ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചോദ്യങ്ങൾ ആ ഒരു ഏരിയ അവർ വിട്ട് കളഞ്ഞു എന്ന് മാത്രം. അത് മാറ്റി നിർത്തിയാൽ ഒരു പരിധി വരെ എക്സാം വളരെ ഈസി തന്നെയായിരുന്നു. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഈസി ക്വസ്റ്റ്യൻ. ദെൻ രണ്ട് പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്. സാധാരണ പാർട്ട് എയിൽ പ്രോബ്ലംസ് ഇട്ട് കണ്ടുവന്നിട്ടില്ല. സോ ഇതാണ് ചോദ്യം. എക്സ് ലിമിറ്റഡ് ഈസ് എക്സ്പെക്ടിങ് ആൻ ആനുവൽ EBIT ഓഫ് ₹1 lakh. ദെൻ ദി കമ്പനി ഹാസ് ₹4 lakh in 10% debentures. The cost of equity capital 12.5%. You are required to calculate the value of the firm according to net income approach. Easy ആണ്. സോ 2 വെയിറ്റേജിനുള്ള ആദ്യത്തെ രണ്ടാമത്തെ എന്താണ് ചോദ്യം. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ എന്നുള്ള പ്രോബ്ലം വളരെ ഈസി ചോദ്യമാണ്. സി ലിമിറ്റഡ് 1 lakh, അത് ബുക്കിലുള്ള സെയിം ചോദ്യം തന്നെയാണ് കേട്ടോ. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ 2 വെയിറ്റേജ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞാണ്. ദെൻ നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞല്ലേ. ദെൻ വാട്ട് യു മീൻ ബൈ ക്യാഷ് മാനേജ്മെന്റ്, ട്രേഡിംഗ് ഓൺ എക്വിറ്റി, റിപ്പീറ്റ് ഒരു ചോദ്യം തന്നെയാണ്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. സോ പാർട്ട് എ കംഫർട്ടബിൾ തന്നെയാണ്. മെജോറിറ്റി കുട്ടികൾ എഴുതിയുള്ള ചോദ്യം ഞാൻ പറയാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ലിവറേജ് എന്താണ്, കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റലിനെ പ്രോബ്ലം ചെയ്തു, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ഈ 4 ചോദ്യങ്ങളാണ് എല്ലാ കുട്ടികളും ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ 4 ചോദ്യം എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. സോ പാർട്ട് എ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം ലിവറേജ് ആണ്. ഈസി. ദി ഫോളോയിങ് ഫിഗേഴ്സ് റിലേറ്റഡ് ടു 2 കമ്പനീസ്. സോ 2 കമ്പനിയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻ ലിവറേജ് ഫോർ ദി 2 കമ്പനീസ്. അതിനുശേഷം റിസ്ക് കമൻറ്റ് ചെയ്യാൻ. ഈസി പ്രോബ്ലം, 3 വെയിറ്റേജ് ഫുള്ള് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ പറഞ്ഞായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഇതിൽ നിന്നാണ് പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാർട്ട് ബിയിൽ. നെക്സ്റ്റ്, ഡിസ്കസ് ദി റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. ഈസി ചോദ്യമല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ, ബുക്കിലത്തെ അതേ ചോദ്യം തന്നെയാണ് ടൈപ്പ് കേട്ടോ. 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. 4 ഓപ്ഷൻസിലും കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. ഈസി പ്രോബ്ലം ആണ്. 3 വെയിറ്റേജ് മുഴുവൻ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു പിന്നെ പാർട്ട് ബിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, അതും ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. പാർട്ട് ബിയിൽ വന്നിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അതന്നെ സെക്കൻഡ് വരാറ്, ബട്ട് ഇവിടെ അത് പാർട്ട് ബിയിൽ വന്നിട്ടുണ്ട്. സോ ക്രെഡിറ്റ് സെയിൽ, ടോട്ടൽ സെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് അഗെയിൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ഒരു ടൈപ്പ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ലിവറേജിൽ നിന്ന് 2 പ്രോബ്ലം വന്നു. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി, സെല്ലിംഗ് പ്രൈസ്, വാരിയബിൾ കോസ്റ്റ്. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിക്സഡ് കോസ്റ്റ് 3 സിറ്റുവേഷനിലും മാറുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഈസിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് 3 കൺസെപ്റ്റുകൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത്, വാല്യൂ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ടെന്നുള്ളത്. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അപ്രോച്ച് ഈസ് നോട്ട് ഓപ്പറേഷണലി ഫീസിബിൾ, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം, 3 വെയിറ്റേജ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കേട്ടോ.
Then next, capital structure. Discuss factors relevant in determining capital structure. Capital structure theories capital structure റിലേറ്റ് ചെയ്തുള്ള ഒരു തിയറി എന്തായാലും പ്രതീക്ഷിച്ചതാണ്. സോ പാർട്ട് ബിയും കംഫർട്ടബിൾ ആണ്. മെജോറിറ്റി കുട്ടികൾ എഴുതിയിട്ടുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. നമ്പർ 1 ലിവറേജ് ആദ്യത്തെ ചോദ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ആദ്യത്തെ 4 ചോദ്യം തന്നെ മെജോറിറ്റി കുട്ടികളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ, ഈസി ആയതുകൊണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. മൂവിങ് ടു എസ് എ പാർട്ട്. എസ് എ പാർട്ടിലോട്ട് പോണ സമയത്ത് കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്ന അതേ സെയിം എസ് എ ചോദ്യം ഡിവിഡൻഡിലത്തെ വീണ്ടും വന്നിരിക്കുകയാണ്, സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ മെജോറിറ്റി കുട്ടികൾ ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം 3 പ്രോബ്ലം ഒരു തിയറിയാണ്. ഓക്കെ, സോ എഗെയിൻ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദി ഫേം ഹാസ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദി ഫേം ഹാസ് സെയിൽസ്, വാരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു. ഡെറ്റിൻ്റെ ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ദെൻ ഫേവറബിൾ, ഡസ് ഇറ്റ് ഹാവ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ദെൻ ഒരു 4-5 ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതാണ് ആദ്യത്തെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, HBP ലിമിറ്റഡ് എക്സ്പെക്ട്സ് ആൻ ആനുവൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇഫ് ദി ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ, വാല്യൂ ഓഫ് ദി ഫേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 16. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 എന്ന് പറയുന്നത് ഡിവിഡൻഡിലത്തെ. ഇത് ലാസ്റ്റ് 2 പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ 17ാമത്തെ ചോദ്യമാണ് മെജോറിറ്റി കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ ഒരെണ്ണം. പിന്നെ 18ാമത്തെ ചോദ്യം, വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തിയറി ചോദ്യമാണ്. മെജോറിറ്റി കുട്ടികൾ ചെയ്തിട്ടുള്ളത് 17ഉം 18ഉം ആണ് എസ് എ ഇട്ട്, ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുട്ടികൾ. ഓക്കെ, സോ ഇതാണ് FM-ൻ്റെ പേപ്പർ. സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മെജോറിറ്റി വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിനേക്കാളും മുമ്പത്തെ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഈ പറഞ്ഞ ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസിൻ്റെ ഏരിയ അതൊക്കെ ഒന്ന് അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാലും കുട്ടികൾ ഹാപ്പിയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് ഇൻകം ടാക്സ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ്. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.